ഈ ചൂട് സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കി വെക്കാൻ ആർക്കല്ലേ ആഗ്രഹമില്ലാത്തത്. അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കാനും നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാനുമാണല്ലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനെ പറ്റിയ നല്ല 2 ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ വെൽക്കം ടു രഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഞാനപ്പോൾ അതിനേക്ക് ആദ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് പുതിനയാണ്. പുതിന നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എപ്പോഴും അത് ഫ്രഷ് ആക്കി വെക്കും. അതുകൂടാതെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ തൈര് അതുപോലെ തന്നെ ബോഡി എപ്പോഴും കൂളാക്കി വെക്കാൻ നമുക്ക് സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ ഉറവൊഴിച്ച തൈരാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് എന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈരായിരിക്കണം, പുളിയില്ലാത്ത ആയിരിക്കണം. അപ്പം ഇത് ഞാൻ കാണിക്കുന്നത് ഒരു ലസ്സിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഞാനൊരു 4 പീസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുതിന തന്നെയാണ്. ഒരു 3-4 പുതിനയുടെ ലീഫും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 2 സ്പൂൺ പഞ്ചസാര അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് അടച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരേ സ്പീഡിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്ന് നിർത്തി വേണം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെ നമ്മുടെ പുതിന ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇവിടെയൊക്കെ നമുക്ക് ഈ ലസ്സി കിട്ടുന്നത് ഇതുപോലെയുള്ള മൺഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ മൺഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു വെക്കുന്നത്. കൂടാതെ നമുക്കിതൊരു കൂളിംഗ് ഇഫക്റ്റും കൂടി നൽകും. അപ്പോൾ അങ്ങനെ നമ്മുടെ പുതിന ലസ്സി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഒരു ലസ്സിയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മാംഗോ ആണ്. അത് കുറച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലെൻഡറിലേക്ക് വീണ്ടും നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കാരണം മാംഗോ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തിക്കാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള തൈരും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തൈര് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയുടെയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാനൊരു 1.5 സ്പൂണാണ് ഇട്ടത്. കാരണം മാംഗോ നല്ല മധുരം ഉള്ളതായിരുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര 1.5 സ്പൂൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ അത് വീണ്ടും നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ഏത് ലസ്സി അടിച്ചാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒന്ന് അടിച്ചിട്ട് ഒന്ന് നിർത്തുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ നിർത്തി വേണം കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോവും. ലസ്സി എപ്പോഴും കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ മാംഗോ ലസ്സി അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ 2 ലസ്സിയും ഓരോരോ ഗ്ലാസ്, അതായത് 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് ലസ്സിയാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മുടെ പുതിന ലസ്സിയും നമ്മുടെ മാംഗോ ലസ്സിയും ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേളിൽ കുറച്ച് ഡെക്കറേഷൻ ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമിൻ്റെ ഫ്ലെക്സും കുറച്ച് കിസ്മിസും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ബോഡിയൊക്കെ കൂളാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.